എടി നീ ആനിമേ സീരീസ് ഒക്കെ കാണൂ. ഇന്നലെ രാത്രി ഡീമൺ സ്ലേയർ ഫുള്ള് ഞാൻ ഇരുന്ന് കണ്ടു ഉറങ്ങാതെ. നീ കാണണം കേട്ടോ, സൂപ്പർ സാധനം. എടി ഞാൻ മറ്റേ വെബ് സീരീസ് ആണ് കാണണം, മറ്റേ സ്ട്രേഞ്ചർ തിങ്സ്, പിന്നെ ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണണം. നീ അതാണ് ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. എടി നീ കേരളമ്മയൊക്കെ കാണൂ. പിന്നെ അല്ലാതെ മറ്റേ വെൻ ലൈഫ് ഗിവ്സ് യു ടാൻജറിൻസ് ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട് തീർത്തതേ ഉള്ളൂ. ഞങ്ങനെ കണ്ടു തുടങ്ങിയതാണ് ആലോചിക്കുന്നത്. കണ്ടു തുടങ്ങണമെങ്കിൽ നീ ഗോബിളിൻ കണ്ടു തുടങ്ങണം. പിന്നെ അല്ലെങ്കിൽ ബോയ്സ് ഓവർ ഫ്ലവേഴ്സ് കണ്ടു തുടങ്ങിയാൽ സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെടും. എന്തോന്നടി ഇത് കേഡ്രാമ സീരിയസ്? ഓ നീയൊക്കെ മറ്റേ പെരിയ വീട്ടിലെ ജെൻസി പിള്ളേരെയാണ് സമ്മതിച്ചു. അതിനെ മിനിമം ഒരു സീരീസ് എങ്കിലും ഇരുന്ന് കാണണം. അതെങ്ങനെ? ഇവര് മറ്റേ പണ്ടത്തെ ഡോറ ബുജി ബാച്ച്. നീയൊക്കെ ജെൻസി പിള്ളേർ സ്നഗ്ഗിയിട്ട് കിടക്കുന്ന കാലത്ത് നമ്മളെ 90s പിള്ളേർക്ക് ഒരു കാലം ഉണ്ടായിരുന്നു. 3:30 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരത്ത് യാത്ര പോലും പറയാതെ ഓടി വീട്ടിൽ വരും. 4 മണിക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ മായക്കണ്ണൻ്റെ ഇൻട്രോ മിസ്സാവും. മായക്കണ്ണനാ? അത് മറ്റേ വിജയനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചേട്ടനില്ലേ? അത് പാലക്കാടുള്ള ഉണ്ണിക്കണ്ണൻ, ഇത് മായക്കണ്ണൻ. ഞങ്ങൾ 90s പിള്ളേരെയൊക്കെ വൈകിട്ട് 4 മണിക്കും ഐസ്ക്രീം തിന്നാൻ പ്രേരിപ്പിച്ച നമ്മുടെ സ്വന്തം മായക്കണ്ണൻ. കുട്ടിക്കാലത്ത് മോറൽ സയൻസിന് പകരം നന്മ എന്താണെന്ന് നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചെന്ന കൊച്ചി ടി വിയിൽ ടോപ്പ് റേറ്റിംഗിൽ നിന്ന നമ്മുടെ സ്വന്തം മായക്കണ്ണൻ. സ്കൂള് വിട്ട് വീട്ടിൽ വന്നിട്ട് യൂണിഫോം പോലും മാറാതെ ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ പാലും ഒരു പാത്രത്തിൽ ടൈഗർ ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ട് മായക്കണ്ണൻ കാണും. ഈ ബിസ്ക്കറ്റ് അതിൽ മുക്കി മായക്കണ്ണനെ നോക്കുമ്പോൾ ഒരു ഫീലുണ്ട്. അതൊക്കെ പാതിരാത്രി ബർഗർ ഓർഡർ ചെയ്തിട്ട് ലാപ്ടോപ്പിൽ കുത്തിയിരുന്ന് ഇരുട്ടത്ത് സീരീസ് കാണാൻ നിനക്കൊക്കെ ആ ഫീല് മനസ്സിലാവും. അത് പിന്നെ ഓരോ കാലത്ത് ഓരോ ട്രെൻഡ് ഇല്ലേ? അത് തന്നെ, ഇപ്പോഴത്തെ കാലത്ത് ആനിമേ സീരീസ്, കേഡ്രാമ സീരീസ് ഒക്കെ തന്നെയാണ് ട്രെൻഡ്. പിന്നെ ട്രെൻഡ് എടി, മായക്കണ്ണൻ കാണാൻ വേണ്ടിയിട്ട് ട്യൂഷൻ പോലും നിർത്തിയിട്ടുള്ളവരാണ് ഞങ്ങൾ 90s കിഡ്സ് ആയിട്ടുള്ള ലെജൻസ്. അത്ര റിസ്ക് ഒന്നും നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങളെ ഹീറോ മായക്കണ്ണൻ ഇപ്പം ഇവിടെ ഉണ്ടടി ഉണ്ട്. മായക്കണ്ണനൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതൊന്നും നിനക്ക് ഉറങ്ങാൻ മനസ്സിലാവില്ല. പിന്നെ ആ കണ്ണ് കണ്ടുവിടാത്ത പെണ്ണുണ്ടല്ലോ ഡോറ, മറ്റേ കുരങ്ങനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അതിനായിട്ട് ഞങ്ങൾ വെച്ച് കമ്പയർ ചെയ്യും കേട്ടല്ലേ. രാവിലെ കുറേ ബാഗും മാപ്പ് ടാട്ട ഇറങ്ങും, ഒരു ചെവിത്തോ ഇല്ലാതെ മാപ്പ് ഇവിടെ കുറുനരി ഇവിടെ. എടി ഇവൻ ഇത്രയും നോവാനും വേണ്ടിയിട്ട് നമ്മൾ വല്ലതും പറഞ്ഞ? എടി മായക്കണ്ണിന് വലിയ സംഭവമായിരിക്കൂ. ആയിരിക്കണം.